അൻസുലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഓറഞ്ചിനെ കുറിച്ചാണ്. ഓറഞ്ച് ജ്യൂസ് അത് നമുക്കൊരു വെറൈറ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഓറഞ്ചൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളി ഓറഞ്ച് ജ്യൂസ്, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഓറഞ്ച് ജ്യൂസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു മാറ്റം, നമുക്ക് എന്തായാലും ആഗ്രഹമുണ്ടല്ലോ ഒരു ചേഞ്ച് ചെയ്യണമെന്ന്. അപ്പോൾ ഇതുപോലെയൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഈ ഓറഞ്ചിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഓറഞ്ചിൻ്റെ അല്ലിയെല്ലാം അടർത്തി ഇട്ടിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഈ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം. നിങ്ങൾ മിക്സിയിൽ അടിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഓറഞ്ചിൻ്റെ കുരു ഒന്നും ഒട്ടും അരഞ്ഞു പോകാൻ പാടില്ല. അരഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസിന് നല്ല കയ്പ്പായിരിക്കും. ഇത് ക്രഷ് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതുണ്ടോ, കുരുവൊക്കെ ഇങ്ങനെ തന്നെ കിടക്കും, അല്ലെങ്കിൽ ജ്യൂസിന് നല്ല കയ്പ്പായിരിക്കും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇപ്പോൾ ഓറഞ്ചിൻ്റെ ജ്യൂസൊക്കെ ഇഷ്ടമില്ലാത്തത് ആരല്ലേ ഉള്ളത്? നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒത്തിരി ഇഷ്ടമുള്ളതാണ് ഓറഞ്ചിൻ്റെ ജ്യൂസ് എന്ന് പറയുന്നത്. ഒത്തിരി മധുരം, സാധാരണ നമ്മൾ ചിലപ്പോൾ ഓറഞ്ചൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ അതിന് വലിയ മധുരമൊന്നും കാണത്തില്ല. അപ്പോൾ ഇതുപോലെ ജ്യൂസൊക്കെ അടിച്ച് കൊടുക്കുവാണെങ്കിൽ പിള്ളേർക്കെന്നല്ല വലിയവർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് വേറൊരു പാത്രത്തിലേക്കിടാം. കണ്ടോ, ഓറഞ്ചിൻ്റെ കുരു കിടക്കുന്നത് ഒട്ടും അരഞ്ഞു പോയിട്ടില്ല. ഈ കുരു അരഞ്ഞു പോകുമ്പോഴാണ് ഇതിന് കൂടുതലും കയ്പുണ്ടാകുന്നത്. അപ്പം അത് അരിച്ചു കഴിഞ്ഞു. ഇനി അതിന് ശേഷം നമുക്ക് ഈ ജ്യൂസ് ഒന്നും കൂടെ ജാറിലേക്ക് ഒഴിക്കാം. അതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ നമുക്കിത് ഇഞ്ചിയുടെ നീരാണ്. ഇതൊന്ന് ചതച്ചിട്ട് നീര് പിഴിഞ്ഞെടുത്താണ്. അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് പഞ്ചസാരയും നമുക്ക് ചേർക്കാം. 1 2 3 4 ഈ സ്പൂണിന് 4 അളവാണ് എടുത്തിരിക്കുന്നത്. ഇനി മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇത് ഈ ഒരു സാധനമാണ്. ഇതാണ് ടേസ്റ്റ് കൂട്ടുന്നത്. നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഈ സ്പൂണിൽ 3 സ്പൂണാണ് ഈ കണ്ടൻസ് മിൽക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്ന് മിക്സിയിൽ ഒന്നുകൂടി അടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം.
അപ്പം ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ മക്കൾ രണ്ടുപേരും കൂടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് അവർക്ക് കൊടുക്കാം. കുടിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് എന്താന്ന് പറയണേ. എങ്ങനെയുണ്ടടാ ജ്യൂസ്? ഇഷ്ടപ്പെട്ടോ? കൊള്ളാവോ? അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനിത് 2 ഗ്ലാസ്സിനുള്ള ജ്യൂസേ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിനനുസരിച്ച് വേണം നിങ്ങൾ ഉണ്ടാക്കാനായിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.